ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ലിയാസിം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെ വൈഫ് അവളെ പെണ്ണുങ്ങൾ ഒരുപാടായി പറയണേ ഞാൻ മക്രോണി ഉണ്ടാക്കി കൊടുക്കുന്നു. അവൾക്ക് മക്രോണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മക്രോണി കുക്ക് ചെയ്യുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ പറഞ്ഞ് മക്രോണി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മക്രോണി ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാങ്ങി വന്നിട്ട് ഞാൻ വീഡിയോ നമ്മൾ കാണാൻ പോകും. മക്രോണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണാൻ പോകും. ഓക്കെ. അപ്പോൾ ഗേഴ്സ്, നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേഗം മാർട്ടിൽ വന്നിട്ടുണ്ട്. ആ വേഗം മാർട്ടിൽ നിന്ന് ഇതാ സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ലിയാണ് പർച്ചേസ് ചെയ്ത്. അപ്പോൾ എന്തൊക്കെ മക്രോണി വാങ്ങിയിട്ടുണ്ട്, പിന്നെ സോസ് എന്താ ഈ വാങ്ങാനുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. ബെറ്റർ ഏതാണ്ട് യെല്ലോ അതെന്നാ മാറ്റോ? യെല്ലോ റെഡും ഇതൊക്കെ തമ്മിൽ അത് കൊടുക്കുക. ഒരു ഇത് തൂക്കണ്ട, അത് തൂക്കി ഒട്ടിക്കണേ, അവിടെ കൊടുക്കണം. അത്ര 69 രൂപ. ഒട്ടിച്ചോ ഓരോടെ എന്ത് അത് വലിയമക്കല്ലേ? ഗയ്സ്, നമ്മള് പോയിട്ട് സാധനമൊക്കെ വാങ്ങി ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചിക്കനും എല്ലാ ഐറ്റംസും വാങ്ങി വീട്ടിലെത്തിയിട്ട് ഇനിയിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ലിയക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് ഞാൻ. ലിയ, ആർ യു ഹാപ്പി? അപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പോവാ. ഞാൻ ഭയങ്കര ആളാണ്, ഞാൻ ഭയങ്കരമായിട്ട് കുക്കാണ്. ഭയങ്കര കുക്കായ എൻ്റെ കൈപ്പുണ്യം ഇപ്പോൾ നീക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ലൈറ്റ് ഇട്ടില്ല, ലൈറ്റ് ഇട്ടിട്ടുള്ള. ഓ എന്താണ് ചിക്കല്ലോ? പറ്റിച്ച്, ചിക്കനും പറ്റിച്ച്. അവിടുന്ന് എന്തൊക്കെ പറ്റിച്ച്? നമ്മളന്ന് ഫ്രൂട്ട്സ് പീഡിയത്തെ ആള് പറ്റിച്ച്, ചിക്കൻ്റെ ആള് പറ്റിച്ച്. നമ്മള് എവിടെ പുറത്തു പോയാലും പറ്റിക്കപ്പെടല് മസ്റ്റായതുകൊണ്ട് വിഷയമായില്ല. ഫ്രൂട്ട്സ് പീഡിയത്തെ ആളില് 2 പ്രാവശ്യം പറ്റി, 2 സംഭവം പറ്റിച്ചില്ല. ഹലോടാ വീഡിയോ കാണട്ടെ. അല്ല, മറ്റേ ഫ്രൂട്ട്സ് പീഡിയത്തെ ആള് 2 പ്രാവശ്യം 2 രീതിയിൽ പറ്റിച്ചില്ലേ? അയാൾ പൈത്തെന്ന് പറഞ്ഞിട്ടും പറ്റിച്ച്, പൈസ കൂടുതൽ അത് ചിരിച്ചും കൊണ്ട്
വലുതാക്കിയ നമ്മള് എനിക്കറിയാം, ഞാൻ പിന്നെ പാവല്ലേ മൂപ്പര് ജീവിച്ചോട്ടെ ചോദിച്ചിട്ടാ. മനസ്സിലായോ? മൂപ്പര് ജീവിച്ചോട്ടെ വെച്ചിട്ടാ, എനിക്കറിയാമല്ല. അതാണ് ഇഷ്ടം. എന്താണ്ട് ഈ മറ്റേ ഇതുണ്ടല്ലോ അലുവപ്പീടികയിൽ മറ്റേ കണ്ണാടി ചില്ലിലേക്ക് നോക്കിയാൽ അതിനുണ്ട് ചുവപ്പും പച്ചയും ഓറഞ്ചും. കുറവാ ഇവിടെ എന്താണ് അതെ അല്ലേ ശരിയല്ലേ? ചിക്കൻ ക്ലീൻ ചെയ്യാനേ നമ്മള് റിനു റിനുവിന്റെ കളറാ മഞ്ഞ കുപ്പായ. ഇവിടെ ഫുള്ള് കളർഫുള്ള്. ഞാൻ ഉദ്ദേശിച്ച വേറെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച് കളർഫുള്ള്. ചിക്കൻ കഴിക്കിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യണ്ടേ? ചിക്കൻ ഞാൻ ഉണ്ടാക്കി തരും. ഞാൻ പ്രൊഫഷണൽ ഷെഫാ, മനസ്സിലായില്ലേ? അപ്പൊ ഈ സംഭവമൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റിയിൽ എന്ത് ചെയ്യും, നമുക്ക് മക്രോണി സെർവ് ചെയ്യും. ഓക്കെ കേട്ടോ? എന്താ വിശേഷത്തിന് പറ്റി പറയാനോ? ഇത് എനിക്ക് തീരെ തല തട്ടിട്ടോ, അല്ലെങ്കിൽ ഫാൻസ് പറയൂ തല തട്ടിട്ടില്ലെന്ന്. ഓക്ക് പ്രഗ്നന്റ് ആയപ്പോ ഓക്കുള്ള പൂതികളാണ് ഇത്. കാണാൻ വയറുണ്ട്. ഇതൊക്കെ ഇട്ടോ സാല പാടിക്കോ. ഇട്ടു എനിക്ക് തീരെ ഇഷ്ടല്ല. മെറൂഫ് ഇതേപോലെ പറഞ്ഞിട്ടാ മെറൂഫിന്റെ ഇട്ട്. ഇതല്ല എനിക്ക് അങ്ങനെ ഇടരുത് പറഞ്ഞ ആൾക്കാർ ഇടാക്കി ഭയങ്കര ഇതല്ലേ താല്പര്യമാണ്. ഞാനാണ് എന്നെ വൈറലാക്കാം. എന്ത് അതേപോലെ അതിന്റെ പോലെ കുരുത്തക്കൾ കളിക്കാനല്ല പറയും. ഈ മറ്റാൾ പറഞ്ഞ കേട്ടോ, ഇന്റെ പോലെ തന്നെ ഇടരുത് പറഞ്ഞ ഇടാൻ എനിക്ക് ഇഷ്ടമാണ്. മറ്റേ ഇന്റെ പോലെ തന്നെ റിനു കുരുത്തക്കേട് കളിക്കരുത് പറഞ്ഞാല് റിനു കളിക്കൂ. മുടി നമുക്ക് നല്ല അടിപൊളി വീഡിയോ എടുക്കാം. ഇവിടെ ക്ലീൻ ചെയ്തോണ്ട് ചിക്കൻ ക്ലീൻ ചെയ്യണ്ട്. വല്യമ്മ ഇത്താത്ത വരുന്നുണ്ട്, മൂത്ത് ഇത്താത്ത വരുന്നുണ്ട്, കുട്ടികളെ വരുന്നുണ്ട്. ഇവിടെ 3 എണ്ണം ഉണ്ട്. അടിയേക്ക് ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ. വല്യമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അടിപൊളി. ഇത് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിട്ടാ. വല്യമ്മ അവിടെ റെസ്റ്റ് എടുക്കാണ്. ഈ രണ്ടാൾക്കാർ ഈനോടി 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനി ഒരാൾ ഈനപ്പുറത്തുണ്ട്. ഇനിയിപ്പോ ഇത്താത്ത 2 ആൾക്കാർ കൂടി വരുന്നുണ്ട്. 2 കുട്ടികൾ വരുന്നുണ്ട്. മറ്റാൾ ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഷർട്ടൊക്കെ മാറ്റി. അപ്പൊ നിനക്കെന്താ പറയാ? നമുക്ക് അസ്സലാമലൈക്കും പറയാനുള്ളൂ. അത് കഴിഞ്ഞ് ഇനിയിപ്പോ 2 ആൾക്കാർ കൂടി വരാണ്ട്. ആ 2 ആൾക്കാർ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ജഗ പോകായിരിക്കും. അപ്പൊ ചിക്കൻ ഇതാ ഇവിടെ ചിക്കൻ അതിഷ്ടമില്ലല്ലോ. എന്നാ ഇശക്ക് കൊടുക്കണ്ട കേട്ടോ. ഇശക്ക് കൊടുക്കണ്ട. ആൾക്കില്ല, ആൾക്കിഷ്ടല്ലോ.
ഇഷക്കപ്പല്ല ആരെ വിളിക്കണം നമ്മളെ സഹൂദ് വിളിക്കുന്നുണ്ട്. ഹലോ ആ പറ എന്തോ ഇറച്ചി മുറിക്കല മാമി. ഓണാക്കില്ല ഇപ്പൊ ഓണാക്കില്ല. അപ്പൊ ഇഷക്ക് വേണ്ട പറഞ്ഞിക്കണ ഇഷക്ക് കൊടുക്കൂല. എന്തേ ഇയ്യല് വേണ്ട പറഞ്ഞേ? അത് ഇറച്ചി വെച്ചാൽ മതി. ആ ഇറച്ചി മതി. ഓ നമ്മളെ സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട് മാമ വിളിച്ചിട്ട്. അയ്യ പറയേ എന്താണ് മാമി പറയണ മാറ്റി പിടിച്ചു വന്നിക്കണേ. മാറ്റിയപ്പോ ഇനസ് മാറ്റിയത് എനിക്ക് വേണ്ടിട്ട്. ഹലോ ഓളെ വീഡിയോ ഓളൊന്നും പറയില്ല, ഇനമോളൊന്നും പറയില്ല. ഹലോ ഗൈസ് എന്ന് പറയുമ്പോളെ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വെൽക്കം. മെട്രിക് അത് മാമനൊട്ടി മാമനൊട്ടി അയകേറും തങ്കപ്പൂ പൂമുത്തി ഹാജറ പൂവിന്റെ അഴകിലി തങ്കപ്പൂ പൂമാരി ഹാജറ സംസമിന്റെ ശരീരത്തിൽ ഉണ്ട് ഹാജറ മർവ ശരീരത്തിൽ ബീബി ഹാജറ. ABC പഠിച്ചോളെ. ഈ എല്ലുള്ളതൊക്കെ നിങ്ങൾ നോക്കി. ഹലോ ഗൈസ്, നമ്മളെ എന്റെ ഡ്യൂട്ടിക്കുള്ള സമയം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. കണ്ടവരൊന്ന് ലൈക്ക് അയക്കണേ. ആസിപ്പോ ഇറച്ചി വട്ടിന് പോണോ? ഇന്നെങ്ങാനും കയ്യോ? അരമണിക്കൂററ്റായി കുറച്ച് ചിക്കൻ അരിയാൻ കൊടുത്തിട്ട്. നമ്മളെ മക്രോണി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഷെഫ്, ഇത് എത്ര ടൈം എടുത്താലാണ് ഓഫാക്കണ്ടേ? ഓക്കെ, ഷെഫിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. ഇത് വന്നിക്കണോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, ഓൾറെഡി ഇത് മക്രോണിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ഇടാനുള്ള സവാള, പിന്നെ തക്കാളി, പിന്നെ അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ സാധനം? എന്താ ഇത് ചപ്പും പൊതി. അപ്പൊ അത് തേങ്ങ വെച്ചിട്ടുണ്ട്. മസാലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മസാലൊക്കെ ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ സവാള കുനുകുനാന്ന് അരിയണം, അതാണ് നമ്മളെ ലക്ഷ്യം. കുനുകുന അരിഞ്ഞതിന് ശേഷം കുനുകുനാവുണ്ടോ നോക്കട്ടെ അരി. കുനുകുനാവേണ്ടത് ഞാൻ പ്രൊഫഷണലായി. അതുകൊണ്ടാ ഇപ്പൊ മണിക്കൂർ 1.5 കഴിഞ്ഞ് ഇതുവരെ. നമ്മള് ഇപ്പൊ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ വരാൻ എങ്ങനെ സാധനം കിട്ടാൻ
5 സ്റ്റാർ ഹോട്ടലിൽ കയറിയാലും സാധനം കിട്ടാൻ സമയം എടുക്കാം. എന്തുകൊണ്ടാ നമ്മളെ പോലെ വിശക്കണുണ്ട്. ശരിയാക്കി തരാം. പ്രൊഫഷണൽ ഷെഫുകൾ ചെയ്യുമ്പോ അങ്ങനെ സമയം എടുത്ത് അതിന് വൃത്തിയിൽ നല്ല ഡീസന്റ് ആയിട്ട് സെറ്റപ്പ് ആയി സാധനം ചെയ്തു തരും, മനസ്സിലായില്ല? അപ്പൊ അതിന് കുനുകുന അരിക്കണം. എടാ, ഔ വല്ലാണ്ട് കുനുകുനാവുണ്ടല്ലോ. ഇതൊക്കെ പ്രൊഫഷണലാണ് പോലെ തിന്നുമ്പോ ഇതിന്റെ രുചി ഉണ്ടല്ലോ, വേറെ ലെവലായി. രുചി ഉണ്ടായാ മതി ട്ടാ. വേറെ ലെവലാ. പിന്നെ അപ്പം അടിപൊളി സാധനം, ഒരു രക്ഷയില്ലാന്ന് തോന്നി. എല്ലാണ്ട് ഈ ഉണ്ടാക്കുന്ന പോലെ ലാസ്റ്റ് ഉണ്ടാക്കി ചെയ്തു തരാൻ അതിന്റെ അങ്ങേയറ്റം പ്രൊഫഷണൽ ആയിട്ട് എല്ലാം ചെയ്യുള്ളൂ. നിങ്ങളെ കുട്ടിക്കാണ്. എന്റെ കുട്ടിക്കാണ് ആഗ്രഹം, എനിക്കല്ല. ഇപ്പഴാന്ന് വെച്ചാൽ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം കൂടുതൽ. മറ്റുള്ള ആഗ്രഹം തീരുമ്പോത്തിന് അതൊക്കെ അറിയാം. നിങ്ങളെ ഞാനൊരു വൈക്കാക്കും. ഈ കുട്ടിക്കാണ് ആഗ്രഹം, ഉമ്മക്കാണ് ആഗ്രഹം. കുട്ടീന്റെ പേര് ഫുള്ള് ഉമ്മ ഭയങ്കര അടിയാണ്. നമ്മള് പെണ്ണുങ്ങളല്ലേ, പാലല്ലേ, ഇഷ്ടാണ്. ഇതൊക്കെ എന്ത് ജലദോഷം പിടിച്ചിക്കണ്. സാളൊക്കെ അരിഞ്ഞ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യണ്ടേ? ഇതൊക്കെ ആണെങ്കിൽ ഇപ്പൊ കരിയും. സാള അരിഞ്ഞാല് കണ്ണിലേക്കൊക്കെ കണ്ണണ്ടില്ല. ഓ ബട്ട് മൈ കണ്ണ് ചിക്കൻ ഇതാക്കണ്ടേ? ചിക്കൻ അതിലിട്ട് കൊയ്ക്കണ്ടേ? ആക്കെ കൊയ്ക്കാനും ആ ഓക്കെ 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 ആക്കെ ചെയ്തതല്ലേ ഈ ജവമാക്കല്ലേ, എല്ലാം പതുക്കെ ചെയ്തതാണ്. ആക്ക് സാധനം കിട്ടിയാല് എന്താ തിന്നാ മതി. ഓക്കെ ഓക്കെ. സ്പെഷ്യൽ ആൾക്കാർക്ക് വെട്ടാതൊക്കെ വരുന്നുണ്ട്. അതാണ് ഭയം. ഓരൊക്കെ വന്നിട്ട് ഒരു ചൊണ്ണാപ്പി സാധനം കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ആ തേങ്ങ ഉണ്ടാക്കി തന്നിക്കണ എനിക്ക്. എന്തുണ്ടാക്കി തന്നു? അയ്യേ എന്താ അതായി ആ സ്പെഷ്യൽ മസാല ഒരു സംഭവം ചേർത്തിട്ടുണ്ട്, മല്ലിച്ചപ്പ് ചേർക്കാൻ. സോറി സോറി സോറി. ചേർത്ത് ടേസ്റ്റ് കൂടി. പിന്നെ ഞാൻ പറഞ്ഞെന്താ വാല വെച്ചു ഇതുവരെ അങ്ങനെ ചെയ്തിട്ട് വാല് ഇതൊക്കെ അറിയോ? ഇല്ല കാക്ക. ചേർത്തത് അതാണെങ്കിലും എന്താണ് നല്ല കാര്യമില്ലായിരുന്നേ. ഞാനേ പിന്നെ ഉള്ളിക്കൊരു വിഷമാവും. ഉള്ളിട്ട് കഞ്ഞില്ലാന്ന് അതൊക്കെ അത്രേ ഉള്ളൂ. ഉള്ളിക്കൊരു വിഷമം, അതുകൊണ്ടാ കഞ്ഞില്ലാണ്ട് കണ്ണിന്ന് വെള്ളം വന്നിട്ടല്ല. എത്ര മണിക്കൂറായി ഉള്ളി തന്നെ അരിയണേ? ആകെ 2 ഉള്ളിയേ ഉള്ളൂ. അപ്പൊ എന്റെ പ്രൊഫഷണൽ സംഭവം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത്താത്തോടെ എത്തിയിട്ടുണ്ട്. നമ്മള് ഷെഫ് ഇത്താത്തനെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തു, പ്രൊഫഷണലായി ചെയ്തു. ഇത്താത്തനെ എടുത്തോ, ഇന്നെ എടുക്കണ്ട. ഓ ലോകേ നിങ്ങൾ കണ്ണ് എരിയൂല, കണ്ണ് താവില്ല എന്നൊക്കെ പറഞ്ഞേ. ഇത്ര ഉള്ളു. ഒരു 2 ഉള്ളി അരിഞ്ഞതിനാണിത്. അപ്പൊ ഡെയിലി ഉള്ളി അരിയണോരോ? വലിയ ഡെയിലോ അടിക്കുമ്പോ ആലോചിക്കണേ. എന്താ കണ്ണെന്താ? ഇങ്ങോട്ടേക്ക് നോക്കട്ടെ. അയ്യേ
ഇത് കുറച്ച് സ്ട്രോങ് കൂടി കാര്യം ആകെ സാധാ രണ്ടുള്ളിയാണ്. രണ്ടുള്ളി. ഇതേ സാധാ ബോംബുള്ളിയല്ലേ ബോംബുള്ളിയല്ല, വെല്ലുള്ളി സാധാരണ വാങ്ങി ഇമ്പോർട്ടഡാ. തേങ്ങ ആണ്, തേങ്ങ. സ്ട്രോങ് കൂടുതലാ. ബാക്കിയുണ്ട് വരുന്ന അരി. ആ ഇരിക്കി പറ്റൂല, അങ്ങോട്ട് വാ. കിന്നെ വേണം. ക്യാപ്സിക്കം അരിയാൻ പോട്ടെ. ബാക്കിയുള്ളൊക്കെ സെറ്റ് ആയിരുന്നു. ക്യാപ്സിക്കം അരിയാൻ പോവാണ്. ഇതും കൂടി അരിഞ്ഞിട്ട് ഇവിടെ ചട്ടി വെച്ചിങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ബാക്കി പരിപാടി. ഇനി എന്തോ ആയിട്ട് കാണാം. പൊട്ടണ കുപ്പിയാണല്ലോ. പൊട്ടണ കുപ്പിയാണല്ലോ. ധരിമ കണ്ണ അരിയുണ്ടേ. ഇങ്ങനെ അരിഞ്ഞാ പോലെ ചെറുതാക്കണോ? നല്ല കാര്യം. എത്താതിന് മുന്നോട്ടേക്ക് വിളിത്താ അല്ലേ സഹായിക്കാ. ഇതെന്തോ ഓണാക്കിയില്ലേ? അവള് വെളിച്ചെണ്ണ വെച്ചതാ. ഇല്ലെങ്കിൽ കൂടെ കൊണ്ടത് ഞാൻ ഇട്ടാടാ. തതൊരു പ്രത്യേക തതിന് കൈ കൃത്യഘോഷന്റെ കൈ 6 കഴിഞ്ഞിട്ടുണ്ട്. താത്തല്ലോ താത്താറിന്റെ ഒരു വയസ്സിന് മൂത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ താത്താന്ന് വിളിക്കുന്നതാണ്. താത്താട്ട് 4 വയസ്സിന് മൂത്താണ്ട്. ഈ വീട്ടിലെല്ലാരും 18ന്റെ മുകളിലായിട്ട് ആരുമില്ല. ഇന്നിപ്പൊ കാണിക്കതു ഞാൻ ഈ യൂട്യൂബ് ചാനലില് നല്ല ഫേമസ് ആയാലേ ഞാൻ ഇറങ്ങും. ഡൽഹിയിലുള്ള പ്രത്യേകം തെണ്ടി ഇതൊന്നും ഇടരുതേ മോളെ. ഇതാണ് എന്റെ മോള്, സ്വന്തം മോള്. വാടക 2-3 ആൾക്കാരുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് പാലിക്കുന്നത്. 2 മാറി മാറിയിട്ട് ഞാനാണ് ഫുള്ള് പണിയെടുക്കണേ. എന്നിട്ട് ഇവര് ഇവിടെ എന്നിട്ട് ഇന്ന വെറുതെ സുമ്മുണ്ടാക്കാൻ എടുങ്ങേറാക്കാൻ പണിയെടുക്കാൻ വയ്ക്കില്ല. അത് ശരിയില്ല. അമ്മ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാല് അത് കേട്ടാ പോലെ. ആകെ ആ 2 ഉള്ളി അരിഞ്ഞന്ന് വേറൊന്നും ചെയ്തിട്ടില്ല. ഇളക്കി കളിക്കണ്. ഫുള്ളിന്റെ ബ്രെയിനാണ് എന്റെ റെസിപ്പിയാണ്. ഇതാണ് അവസ്ഥ. ടേസ്റ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ടേസ്റ്റിലേ ചെയ്യണം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് പിടിക്കാനുള്ള പരിപാടി പോയിട്ട് കൽപ്പന പോലെ ചിക്കൻ എന്തോ അത് തിന്ന് തീർക്കരുതേ. ഇതുവരെ നിക്കാണ്ടാക്കിയ അല്ലേ ഭയങ്കര. ഇതെന്താണ് ഓട്ടക്കൊട്ട വെച്ചിട്ട് മുഖം മറിക്കണ്. ഇറുക്കി അതാ അവിടെ സൈഡിലുണ്ട്. പറഞ്ഞ കണ്ടില്ല ചെമ്പോടക്ക മറിച്ചെടുക്കുന്ന തോന്നുന്നു. പിള്ളേച്ചന്റെ തല കൊള്ളായിട്ട് ആ പറഞ്ഞ കുറച്ച് ഹൈറ്റ് പറ്റുള്ളൂ. എന്താ സോഡ മൂടി
ഈ മൂടിയാ മറ്റേ മൂടില്ലേ അപ്പൊ ഇത് കൂടെ ഇങ്ങനെ കിട്ടും. ഇത് കഴിച്ച് നമ്മളെ മക്കളെ ഏകദേശം ഇത്താത്താക്കിക്കോളും നിങ്ങൾ കൊളാക്കണ്ട. ഇത്രയും നേരം ആക്കി കിട്ടാനായപ്പോ കൊള്ളാം. ചിക്കൻ ക്രഷ് ചെയ്തിട്ടില്ല അല്ലേ അമ്മേ? ഇതിപ്പോ എന്തിനാ ഉണ്ടാക്കണേ? പ്രഗ്നൻസി പൂതികളാണോ? പ്രഗ്നൻസി പൂരികളാണ് ഉണ്ടാക്കുന്നത്. എന്റെ രണ്ടാമത്തെ താത്തയായ സാരത്താത്ത നമുക്ക് പ്രചോദനം യൂട്യൂബില് ഹിന്ദു അല്ല ബിന്ദു പഠിക്കുന്ന ഇംഗ്ലീഷും ആരൊക്കെ തളർത്തല് കേട്ട് വീട്ടിലേക്ക് വന്നാലും ഇവിടുന്ന് താത്തന്റെ 2 ഇംഗ്ലീഷ് കേട്ടോ. 2 ഇത് കേട്ടാല് അവർക്ക് വീണ്ടും പ്രചോദനം. അത് നമ്മളെ ചാടിടാൻ സ്ഥാനമില്ല, തളർത്തൽ പലരും ഉണ്ടാവും. ഡോളിയാണ് ഡോളി. തളർത്തിയാൽ നമ്മൾ തളരാതിരിക്കുന്നതാണ് നമ്മളെ മോട്ടിവേഷൻ സ്പീക്കറാണ്. നല്ല ഇന്ത്യ മുഖ്യമന്ത്രിയൊക്കെ ഇവിടെ വെച്ചാല് സ്പീക്കറായിട്ട്. അവിടൊക്കെ ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാന്താത്തൊക്കെയാണ് മെച്ചോ. ഞാനൊക്കെ ആണെങ്കിൽ കേരളം നന്നായി ഉണ്ടാവില്ല. ചിക്കനും ഒക്കെ വരുമ്പോ ശരിയാവില്ല. അപ്പോ നമ്മുടെ സംഭവം ഫുള്ള് റെഡി ആയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കണം. അപ്പോ ഇവിടെ പ്രൊഫഷണൽ ഷെഫ് യാസിൻ മുഹമ്മദ് അതെ യാസിൻ മുഹമ്മദ്. അതിന് എല്ലാവർക്കും എന്താണ് സേവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ സേവ് ചെയ്യുന്ന വീഡിയോ ആണ്. ആ സംഭവം സെർവ് ചെയ്യാണ്. നമ്മളെ ഷെയ്ഖ വ്ളോഗ്സിലെ ഷെയ്ഖാണ്. അല്ല ഷെയ്ഖാസ് വേൾഡ് അല്ലേ, ഷെയ്ഖാസ് വേൾഡിലെ ഷെയ്ഖാണ്. ആ അതെ പറയും അക്കെന്താ പറയാളെ? അക്കോ ഇഷ്ടായോ ബിരിയാണോ? പിന്നെ ആരാടാ? അപ്പോ പറയുന്നുണ്ട് മാതിന്ന അനമ്മ ആ ഫുള്ളും നല്ല അഭിപ്രായമാണ്. കുട്ടികളെല്ലാവരും നല്ല അഭിപ്രായം പറയണേ, നല്ല അഭിപ്രായം. ഹലോ ഗൈസ്, അങ്ങനെ മക്രോണിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും തിന്ന്. പിന്നെ ഇന്നലെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മള് ലേറ്റ് ആയിപ്പോയി. ഇവിടെ എല്ലാവരും വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ ഉറങ്ങിപ്പോയി. രാവിലെ എണീച്ചിട്ട് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം. അപ്പം എന്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കണേ. അല്ല നമുക്ക് മക്കളോട് ഇഷ്ടപ്പെട്ടു. മക്രോണി ഇഷ്ടമൊക്കെ പെട്ടു, പക്ഷെ ഉണ്ടാക്കിയ ആൾത്താത്താണെന്നുള്ളു. വെറുതെ കൈ തിളക്കിയാൽ കണ്ടില്ലേ, ഇതാണ് പെൺകുട്ടിയാൾക്ക് മറ്റേ ചങ്ക് പറിച്ചു കൊടുത്താലും ചെമ്പരത്തി പോവാന്ന് പറയുള്ളൂ. ഞാനാണ് സ്വാഭാവികം. അത് പറയണ വെറുതെ അല്ല കേട്ടോ. ശംഖ് പറിച്ചു കൊടുത്താൽ ചെമ്പരത്തി പോവാന്ന് പറഞ്ഞാൽ വേദനാക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ